ഇവരെങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് കാണണമെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടോളി. തുരങ്കപാത കാണാൻ പോയപ്പോഴാണ് ഈ വെള്ളത്തിന്റെ അപ്പുറത്ത് വണ്ടി കുടുങ്ങി കിടക്കുന്നത് കാണുന്നത്. ഇവർക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ ആകെ രണ്ട് വഴിയുള്ളൂ. ഒന്നെങ്കിൽ പുഴയത്തെ വെള്ളം താഴണോ അല്ലെങ്കിൽ തുരങ്കപാതന്റെ പണി ചെയ്യണം. രണ്ടും പെട്ടെന്ന് നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായത്. മറിപ്പുഴയ്ക്ക് എത്താനുള്ള ഒരേ ഒരു പാലേനി കഴിഞ്ഞ മലവെള്ളത്തിലാണ് തൊലിച്ചോയത്. അതിന്റെ പണി നടക്കുന്നതിനോട് പകരം ഉണ്ടാക്കിയ വഴിയേനി ഇത്. വെള്ളം കയറി റോഡൊക്കെ ആകെ നാശമായി കിടക്കുകയാണ്. റോഡിന്റെ താഴേക്ക് നോക്കിയാൽ വെള്ളത്തിന്റെ ഫോഴ്സ് കണ്ടാൽ തന്നെ പേടിയാവും. ഇവിടുന്ന് നോക്കിയാൽ തന്നെ ദൂരെ തുരങ്കപാതന പണിയെടുക്കുന്ന സ്ഥലം കാണി. അപ്പുറം കുടുങ്ങി കിടക്കുന്ന ഏട്ടനെ കൂട്ടാൻ വന്നിന്റെ കമ്പനിക്കാരുണ്ട് ഇവിടെ. അവിടെ ഉള്ളവരാണെങ്കിൽ വടിയും കൊടക കുത്തി റോഡിലുള്ള കുഴിന്റെ ആഴം നോക്കുന്നുണ്ട്. കുഴിന്റെ ആഴം കണ്ടിട്ട് മനസ്സിലായത് റോഡിലെ വെള്ളം ഇറങ്ങിയാലും ഈ കുഴി കൂടെ ഒന്നും വണ്ടിയും കൊണ്ട് പോക്കടക്കൂലെന്ന്. അപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പോയിട്ട് നേരെ JCB എടുത്ത് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ചേട്ടൻ ആദ്യം JCB എടുത്തിട്ട് റോഡിലെ കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം നേരെ ഇറങ്ങി കാട്ടിലേക്ക്. പിന്നെ കണ്ടതാ പൊന്തക്കാടിന്റെ ഉള്ളിലേക്ക് കയറി പോണതാണ്. ആന കരിമ്പുന്തോട്ടത്തിൽ കയറിയ മാതിരി കാടൊക്കെ ഒരു ഇളക്കം, പിന്നെ ഒരു കുലുക്കം. പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ കരടി വെള്ളത്തിലിറങ്ങി മീനേം പിടിച്ച് തിരിച്ച് കരയ്ക്ക് കയറി വരുന്ന മാതിരി കുറെ കല്ലും വേസ്റ്റും കാര്യങ്ങളും എടുത്തതിന് വന്നീന്. ഇതൊക്കെ കൂടി നേരെ റോഡിലേക്ക് ഇട്ട് മൂപ്പര് നിരത്താൻ തുടങ്ങി. അതിലുള്ള കല്ലും കാര്യങ്ങളൊക്കെ കണ്ടപ്പം കാറൊന്നും ഇതിലെ കയറി പോലാന്ന് ഞാൻ വിചാരിച്ചിനി. പക്ഷെ മൂപ്പര് പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടികളൊക്കെ വരി വരാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇരുട്ടായിനി. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള വണ്ടി അങ്ങോട്ടേക്ക് പോകാനുള്ള വണ്ടിയും ചാടിയും തുള്ളിയൊക്കെ അപ്പുറപ്പുറക്കെ കടന്നിട്ടോ. പിന്നെ ഞങ്ങളും നല്ല ചൊരം ഇറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്തിട്ടോ.